അപ്പോൾ രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നത് വൈറ്റിലയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, അവിടെ കൊച്ചിയിലൊക്കെ ഭയങ്കര ആഘോഷമാണല്ലേ? അതെ 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 അതെ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ പഞ്ഞി കത്തിക്കാൻ പോകുന്നുണ്ടോ അതോ മറ്റു പരിപാടികളാണോ? കൊച്ചിക്കൊന്ന് പോയി അങ്ങനെ തിരിച്ചു വരും. കലക്കും. അപ്പൊ ഈ താങ്കൾക്കും അതുപോലെ തന്നെ ന്യൂസ് 8ക്കും പൊതുവേദി പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. അങ്ങേക്കും. അപ്പൊ ഇപ്പൊ ഈ ചോദ്യം വരുമ്പോഴത്തേക്ക് ഇടത് പക്ഷ മുന്നണി യോഗം ചേരുമ്പോൾ ഈ CPI ഒന്നും പറയില്ല. അവിടെ അതിനനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി പുറത്തു വന്നിട്ട് CPI ഒരു യോഗം കൂടും. യോഗം കൂടിയിട്ട് അതിനകത്ത് സ്ഥിരം ഇവരുടെ പരിപാടി ഈ CPMന്റെ വിമർശിക്കുക, CPMനെതിരെ കാര്യങ്ങൾ ഇത് പറയുക. യോഗത്തിലൊന്നും പറയാതെ ഇവിടെ വന്ന് പറയുന്നത്, അവരുടെ യോഗത്തിൽ പറയുന്നത് സ്ഥിരം പരിപാടിയാണ് ഇവരുടെ. വലിയ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് താങ്കൾ പറയുന്നത്. ഇത് വലിയ ഗൗരവം എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതിന് തോൽവിയുടെ ഇതെന്ന് വെച്ചാൽ അറിയാം. കാരണം ഇവിടുത്തെ ലഹരി, മദ്യം, ഈ ഒഴുക്കിനെതിരെ ഒന്നും തടയാൻ വേണ്ടിയിട്ട് ഒന്നും സർക്കാർ ചെയ്യുന്നില്ല. ലഹരി മദ്യത്തിനെതിരെ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ അഴിമതിയും ഒക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കണല്ലേ. അപ്പൊ അതെല്ലാം കൊണ്ടാണ് ജനങ്ങള് ഈ CPMനെതിരെ തിരിയുന്നതും അത് തന്നെ ഈ ഇടതുപക്ഷ ഭരണത്തിനെതിരെ തിരിയുന്നതൊക്കെ. ഇല്ലെങ്കിലും പറഞ്ഞതൊക്കെ വ്യക്തമാണ്. അപ്പൊ ശ്രീ ദാസൻ എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു പ്രേക്ഷകനാണ്. ശ്രീ ദാസൻ, ഞാനിന്ന് അങ്ങേക്ക് ഹാപ്പി ന്യൂ ഇയർ പറയണമെന്ന് ആഗ്രഹിച്ചു. ഏതായാലും അവസാനമായപ്പോഴും അങ്ങ് കിട്ടിയില്ല. സന്തോഷം. ശ്രീ ദാസൻ അവിടെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാനുള്ള തിരക്കിലാണോ ശ്രീകണ്ഠാപുരത്ത്? മനസ്സ് തുറന്നിട്ട് ആശംസ അർപ്പിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ കുറച്ച് കാലത്തേക്ക് പൊതുവേദിയിൽ നിന്ന് വിട്ടേക്കാൻ തീരുമാനിച്ച സാങ്കേതിക കാരണങ്ങളാണ്. അതുകൊണ്ട് എല്ലാ എന്റെ ശത്രുക്കൾക്കും ഇത്രയ്ക്കെല്ലാം നന്ദി പറയുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങ് ഞങ്ങളുടെ ഒപ്പം വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ പരിപാടി നടത്തുക. അതുപോലെ പിന്നെ ഞാൻ പറയാം, കിരൺ മനു, ഈ വെള്ളാപ്പള്ളി നടേശൻ ഒറ്റ ആളാണ് 2 വർഷം ഇന്ന് ഈ അവസ്ഥയായത്. കാരണം ഇയാളെ മുസ്ലിം പരാമർശം ഈ നിങ്ങൾ നോക്കോ, കണക്ക് മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലത്തൊക്കെ ടീച്ചർ പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ മുഖത്തെന്ന് പറഞ്ഞാൽ CPMന്റെ കോട്ടയിൽ SDPI അയച്ചിട്ടുണ്ട്. 1-ാം വാർഡിൽ CPMന്റെ കോട്ടയിൽ SDPI അയച്ചു മുളക്കുന്ന പഞ്ചായത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും CPMന്റെ സംസ്ഥാന നേതാക്കന്മാര് ഈ വെള്ളാപ്പള്ളി തള്ളി പറയാൻ ഇവിടെ നിർമ്മാണ പ്രവർത്തനം ഭയങ്കര ശബ്ദമാണ്. അപ്പൊ അടിച്ചു പൊളിക്കാൻ നമുക്ക് പുതിയ വർഷം വരികയാണ്. ഞാൻ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഈ